മാർക്കുള്ളവർക്കാണ് LBSY നേഴ്സിംഗ് അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് തുടർച്ചയായിട്ട് വരുന്നൊരു എൻക്വയറിയാണ്. ഇതിനുള്ള സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണ് LBS റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതറിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള ഒരു മെത്തേഡും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും LBSY നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ ഇല്ലേ എന്നുള്ളതും, ഇനി നിങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തൊക്കെ പ്രൈവറ്റ് കോളേജുകൾ അഡ്മിഷൻ എടുക്കണോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അറിയാൻ സാധിക്കും. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BASLP ഒഴികെയുള്ള മറ്റെല്ലാ കോഴ്സുകൾക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ബയോളജിയുടെ മാർക്ക്, കെമിസ്ട്രിയുടെ മാർക്ക്, ഫിസിക്സിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ്. ഏതിലെ ഫൈനൽ ഇയർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ മാർക്ക് കൂട്ടില്ല, സെക്കൻഡ് ഇയറിലെ മാർക്കാണ് വരിക. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡെക്സ് സ്കോർ ചെയ്യാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ മാത്രമാണിത്. അതിന് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഫിസിക്സിൽ കിട്ടിയിരിക്കുന്ന മാർക്കും സെക്കൻഡ് ഇയറിൽ കിട്ടിയിരിക്കുന്ന മാർക്കും കെമിസ്ട്രിയിൽ കിട്ടിയിരിക്കുന്ന മാർക്കും ബയോളജിയിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെയും കൂടെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു എക്സാമ്പിളിന് ഫിസിക്സിൽ നിങ്ങൾക്ക് 100 കിട്ടിയിരിക്കുന്നത് വെച്ചെങ്കിൽ 100 ഹരിക്കണം 120 × 100, അപ്പോൾ നിങ്ങൾക്കൊരു സ്കോർ കിട്ടും. ഇതേപോലെ 3 സബ്ജക്റ്റിനെയും കൂട്ടിയിട്ട് ഇത് 3ഉം കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. എക്സാമ്പിൾ ഞാൻ സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഫിസിക്സിൽ 110 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് വെച്ചെങ്കിൽ 120 അതിനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 91.67 ആയിരിക്കും. കെമിസ്ട്രിയിൽ 108 മാർക്കാണ് എങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 90 ആയിരിക്കും. ബയോളജിയിൽ 119 മാർക്കാണെങ്കിൽ 99.7. ഇതിന് ടോട്ടൽ കൂട്ടുമ്പം 280.8 ആണ് എൻ്റെ ഇൻഡെക്സ് സ്കോർ വരിക. ഇതേപോലെ ഒരേ സ്കോറുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇതിന് റിസോൾവ് ചെയ്യുന്നതാണ്. അതിന് കൂടുതൽ ഒരു കാര്യം കൂടെ പറയാം. ഇനി ഇത് BASLPയുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ബയോളജിയിലാണോ മാത്തമാറ്റിക്സിലാണോ കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് അതെടുക്കാൻ പറ്റും. കാരണം ബയോളജി പഠിക്കാത്തൊരു വിദ്യാർത്ഥിക്കും ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതിൽ ഏത് മാർക്കാണോ, ബയോളജി ആണോ മാത്തമാറ്റിക്സ് ആണോ കൂടുതൽ ഇരിക്കുന്നത് അത് നോക്കും. ഇനി ഇതേപോലെ ഒരേപോലെയുള്ള മാർക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, ടോപ്പ് ബയോളജിയിൽ മാർക്ക് കിട്ടിയ ആളെ പിന്നെയും അതിലേക്ക് ആഡ് ചെയ്യും. ആർക്കാണോ ഈ വന്നിരിക്കുന്നത് ടോപ്പ് ബയോളജിയിൽ മാർക്ക് അവർക്കായിരിക്കും ഒരു തവണ കൂടെ ആഡ് ചെയ്യും. പിന്നെയും വരികയാണെങ്കിൽ കെമിസ്ട്രിയിലെ മാർക്ക് നോക്കും, പിന്നെയും വരികയാണെങ്കിൽ ഫിസിക്സിലെ മാർക്ക് നോക്കും, പിന്നെ വരികയാണെങ്കിൽ +1ലും +2ലും കൂടെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ പെർസെൻറ്റേജ് നോക്കും, പിന്നെ വരികയാണെങ്കിൽ ഇംഗ്ലീഷ് നോക്കും, പിന്നെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഏജ് നോക്കും. ഇതാണ് ഇതിൻ്റെ ഒരു റിസോൾവിങ് എന്ന് പറയുന്നത്. ടൈ വരികയാണെങ്കിൽ റിസോൾവിങ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ട് എത്രയാണോ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നത് അതായിരിക്കും ഇതിൻ്റെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത്. ആ ഇൻഡെക്സ് സ്കോറിനനുസരിച്ചിട്ട് LBS പിന്നെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ ലഭിക്കുക. അത് എത്ര റാങ്ക് വരെ ലഭിച്ചവർക്കാണ് അഡ്മിഷൻ ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ 2023 ഒരു ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. ആ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ആ കോഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കോളേജുകൾ കാണാം. കോളേജുകൾ ഗവൺമെൻറ് ഉണ്ടാവാം, പ്രൈവറ്റ് ഉണ്ടാവാം. ആ കോളേജുകൾ നോക്കിയിട്ട് എത്ര ഇൻഡെക്സ് സ്കോറാണ് ലഭിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറും ലഭിക്കുമെന്ന്. അപ്പോൾ അതിലും കൂടുതലായിരിക്കും റാങ്ക് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് സ്കോറും കാണാം, അതിന് തൊട്ടപ്പുറത്ത് റാങ്കും കാണാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ LBSൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.